മനുഷ്യന് ഒന്നിനും ഒരാവശ്യം അവന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകാത്ത നിലയിൽ സകലതയും ക്രമീകരിച്ച ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ സകലതിന്റെയും ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യനെ സെർവ് ചെയ്യുക, മനുഷ്യനെ വേണ്ടി ആണ് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട, നാളെ അപ്പൊ നാളെയോടാണ് കൽപ്പിച്ചിരിക്കുന്നത്, അല്ലെ നാളെയുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. ദൂതന്മാരെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവരുടെ സേവാത്മാക്കൾ. അപ്പം ഇങ്ങനെ ഒരു വലിയ പൊസിഷനിലാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിലേക്കാണോ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ചെവികൾ, നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ കാണുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത്, അതിനു വേണ്ടി നിങ്ങളുടെ ചുറ്റും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ സൃഷ്ടി, നിങ്ങളുടെ ഉള്ളിലുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ആ സൃഷ്ടി നിങ്ങൾക്ക് വേണ്ടി സാഹചര്യങ്ങളെ ഒരുക്കി തരും. ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൃഷ്ടിയായിട്ട് സൃഷ്ടിച്ചത് നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടാനല്ല. ആരാ നമുക്ക് വിശക്കുന്ന നേച്ചർ തന്നെ? ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പം അങ്ങനല്ലേ വന്ന് സൃഷ്ടിച്ചത്. അപ്പൊ ആ സൃഷ്ടിച്ച ആളല്ലേ നമ്മുടെ വിശപ്പിന് വേണ്ടുന്നത് തരുന്നത്. അപ്പൊ അത് തരാതെ ബാക്കി നമ്മളോട് കണ്ടെത്തിക്കോളാൻ പറഞ്ഞുകൊണ്ട് നമ്മളെ അലയാൻ വിടുവോ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ വിടുവോ? സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ, എക്സ്കർഷന് പോവുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടുന്ന എല്ലാം കരുതി കൊടുത്ത ശേഷം ദോഷികളായ നാം ഇങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് എത്രയധികമായിരിക്കും.